ഈ ഖുർആനോട് നാം എത്രക്ക് ബന്ധം പുലർത്തുന്നുവോ അവരുടെ ആ ഒരു കൽബ്, ഖുർആൻ എപ്പോഴും നിരന്തരം ഓതുന്ന, അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൽബ് എന്ന് പറയുന്നത് എപ്പോഴും മനോഹരമായിരിക്കും. മാഷാ അല്ലാഹ്. എന്തൊരു എന്തൊരു ഹദീസാണല്ലേ, എന്തൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല ശേഷം വരികയാണ് ഫതമസ്സകൂബി. അപ്പോൾ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഖുർആൻ നല്ല മുറുകെ പിടിച്ചു എന്ന് പറയും. ശേഷം ഇന്നക്കും തളില്ലു വൻ തഹ്ലിക്കു ബഅദ വബദ. അതായത് ഖുർആൻ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല, നമ്മൾ എവിടും തകരൂല. അപ്പോൾ ആയിഷ റളിയല്ലാഹു പറഞ്ഞത് കാന ഖുലുഖുൽ ഖുർആൻ. മാഷാ അല്ലാഹ്, യാ അല്ലാഹ്. ഖുർആനായിരുന്നു പ്രവാചകരുടെ ജീവിതം എന്ന് പറയുന്നത്. അതായത് ഒരു വല്ലാത്തൊരു രീതിയാണ് അത്. ഖുർആൻ എങ്ങനെയാണോ ജീവിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് അത് അതേപടി ജീവിതത്തിൽ പകർത്തുന്ന ആൾക്കാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹബിഹി അഹ്ലി സിദ്ഖുൽ വഫാ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്നത് ഇതൊരു വലിയ അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ സമ്മാനമാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ പ്രവാചകരുടെ വഫാത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള, ഏൽപ്പിച്ചു പോയിട്ടുള്ള ഒരു അമാനത്തും കൂടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഖുർആനോട് നാം എത്ര അടുക്കുന്നുവോ അതിനോളം വലിയ ആസ്വാദകരമായി നമുക്ക് ഈ ജീവിതത്തിൽ വേറൊന്നിനോടും കിട്ടൂല. അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. എത്ര ഓതിക്കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ആ ഒരു മാധുര്യം, ഓരോ തവണ നമ്മൾ ഓതുമ്പോഴും അതിന് വേറെ വേറെ രീതിയിലുള്ള ഒരു രുചിയും ഒരു അനുഭവവും ഒരു ആസ്വാദനമൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഖുർആനുമായി എത്ര അടുക്കുന്നുവോ നമ്മൾ അത്രയും കൽബ് അത് നമ്മളെ ഹിദായത്തിലാക്കിക്കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ഖുർആൻ ഇങ്ങനെ കടുപ്പത്തോടെ കൊണ്ട് നടക്കുന്നവരുടെ കൽബുകളെ അള്ളാഹു അവരെ ഈ ഖുർആൻ ഇങ്ങനെ ഹിദായത്തിലാക്കിക്കൊണ്ടേയിരിക്കും. നല്ല രീതിയിൽ, നല്ല മാർഗത്തിലൂടെ സഞ്ചരിപ്പിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇത് ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഖുർആനോട് നല്ല രീതിയിൽ തന്നെ നാം ബന്ധം പുലർത്തണമെന്നുള്ളതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് രീതിയിൽ ഖുർആനിൻ്റെ ശ്രേഷ്ഠതകൾ എടുത്തു പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. ജനങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ സഹാബികളൊക്കെ ചോദിച്ചു, റസൂലുള്ളാഹ് അങ്ങനെ പ്രത്യേകതയുള്ള ആൾക്കാർ ആരാന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹും അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വ ഖാസ്സത്തുഹു എന്നാണ്. ഇത് ഇബ്നു മാജ, അഹ്മദ് ബിൻ ഹംബൽ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ്. അതായത് അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വ ഖാസ്സത്തുഹു, അത് ഖുർആനുമായി എപ്പോഴും നിരന്തരം ബന്ധം പുലർത്തുന്ന ഖുർആൻ്റെ ആൾക്കാരാണ് എന്നാണ് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. ഈ ഖുർആനോട് നാം എത്രക്ക് ബന്ധം പുലർത്തുന്നുവോ അവരുടെ ആ ഒരു കൽബ്, ഖുർആൻ എപ്പോഴും നിരന്തരം ഓതുന്ന, അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൽബ് എന്ന് പറയുന്നത് എപ്പോഴും മനോഹരമായിരിക്കും. നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും ഒക്കെ നിറഞ്ഞ നല്ല രീതിയിലുള്ള ഒരു സ്വഭാവത്തിന് ഉടമയായിരിക്കും അവരുണ്ടാവുക. കാരണം അങ്ങനെയാണ് ഖുർആൻ അത്രക്കും അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് ഖുർആനോട് ധിക്കരിച്ച് നടന്നാലോ അതിനുള്ള പണി വളരെ ദുഷ്കരമായിരിക്കും. അവൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ ഖുർആൻ അഖ്വാമൻ വയളഉ ബിഹി ആഖരീന. ഈ ഖുർആൻ വെച്ചുകൊണ്ട് ഖുർആനിനെ നിരന്തരമായി ബന്ധം പുലർത്തുന്ന ആൾക്കാരെ ഖുർആൻ എപ്പോഴും ഉയർത്തിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച്
അതിനോട് ബന്ധം പുലർത്താതെ അതിനെ ധിക്കരിച്ച് അതിനോട് ബഹുമാനം കേട് കാണിക്കുന്നവരാണെങ്കിലോ അവരെ ഖുർആൻ ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടേയിരിക്കും. അവർക്ക് എന്താ പറയുക, ജനങ്ങൾക്ക് അവരോട് വെറുപ്പായിരിക്കും. ചില സമയങ്ങളിലൊക്കെ അവർക്ക് ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരും. അതൊക്കെ ഖുർആനോട് കാണിക്കുന്ന നന്ദികേടിൻ്റെ ഭാഗമാണെന്ന് കരുതിക്കണം. നമ്മൾ ഖുർആൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എത്ര ഓതിക്കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു മാധുര്യം നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതായിരിക്കും. അത്രക്കും എന്താ പറയുക, മക്ക എന്ന് പറയുമ്പോൾ അവിടുത്തെ അറബികൾ എന്ന് പറയുന്നത് അറബി ഭാഷയിൽ വളരെ വലിയ വിഖ്യാതരായ ആൾക്കാരായിരുന്നു. നല്ല കഴിവുള്ളവർ. നിമിഷങ്ങൾ കൊണ്ട് കവിതകളും അറബി പ്രസംഗങ്ങളും എന്താ പറയുക തർക്കങ്ങളൊക്കെ നല്ല ഫസീഹായ രീതിയിൽ വളരെ സാഹിത്യ സമ്പുഷ്ടമായ അറബി സംസാരിക്കുന്ന ആൾക്കാർക്കിടയിൽ ഈ ഖുർആൻ ഇറങ്ങിയതും മാത്രമല്ല, ഈ ഖുർആനിൻ്റെ വരികൾ കേട്ടിട്ട് ഒരുപാട് അറബികളുടെ അന്നത്തെ ആൾക്കാരുടെ മനസ്സ് ഒന്ന് കിടുങ്ങിയതും ഈ ഇസ്ലാമിൻ്റെ ആ ഒരു ശാന്തന തീരത്തിലേക്ക് വന്നണങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അറിയുന്ന കഥയാണ്. ഇനി എൻ്റെ പ്രിയമുള്ളവരെ, ഖുർആനുമായി നമുക്കൊന്ന് ബന്ധം പുലർത്തി കഴിഞ്ഞാൽ നമുക്കൊരുപാട് ശ്രേഷ്ഠത നമുക്ക് കിട്ടും. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആനുമായി നല്ലോണം ബന്ധം പുലർത്താൻ കഴിയുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്. മഹാനായിട്ടുള്ള തബറാനി ഇമാമും അതുപോലെ തന്നെ ബൈഹഖി ഇമാമും ഇബ്നു ഹിബ്ബാൻ ഇമാമും എന്നിവരെ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. ഫഇന്ന ഹാദൽ ഖുർആന സബബുൻ തറഫുഹു ബിയദില്ലാഹി വതറഫുഹു ബിഐദീകും ഫതമസ്സകൂ ബിഹി ഫഇന്നകും ലൻ തദില്ലു വലൻ തഹ്ലികു ബഅദഹു അബദ. അതായത് ഖുർആൻ എന്ന് പറയുന്നത് നമുക്കിടയിലും അള്ളാഹിൻ്റെ ഇടയിലുമുള്ള ഒരു ബന്ധമാണ്. എന്താ പറയുക, ഒരു ഹബൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഒരു പാലം പോലെയാണെന്ന് അർത്ഥം. പണ്ഡിതന്മാർ അങ്ങനെയൊക്കെ അർത്ഥം വെച്ചിട്ടുണ്ട്. അതായത് ഒരു പാലം എങ്ങനെ ഉണ്ടാവുക, ഒരു പാലം അങ്ങ് പണിത് കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ എന്താ പറയുക ഒരു കണക്ഷൻ ഉണ്ടാവും, ഒരു ബന്ധം ഉണ്ടാവും. അതുപോലെ ഖുർആൻ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അള്ളാഹും തമ്മിലുള്ള ഒരു ബന്ധത്തെ അവിടെ ഉണ്ടാക്കി തരികയാണ്. മാഷാ അല്ലാഹ്, എന്തൊരു ഹദീസാണല്ലേ, എന്തൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല ശേഷം വരികയാണ് ഫതമസ്സകൂ ബിഹി. അപ്പോൾ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ചു എന്ന് പറയുന്നത്. എപ്പോഴും ഖുർആൻ നല്ല മുറുകെ പിടിച്ചു എന്ന് പറയും. ശേഷം ഇന്നകും ലൻ തദില്ലു വലൻ തഹ്ലികു ബഅദഹു അബദ. അതായത് ഖുർആൻ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല. നമ്മൾ എവിടും തകരൂല. നമ്മുടെ ബിസിനസ് ആയാലും നമ്മുടെ കാര്യങ്ങളായാലും നമ്മുടെ ജീവിതമാണെങ്കിലും ഒരു നിലക്ക് നമ്മൾ തകരൂല. അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തരുന്ന ഒരു ഗ്യാരണ്ടിയാണ്. ഞാൻ ഹബീബ് ഒരിക്കലും കളവറില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിങ്ങൾ എവിടെ നോക്കിയോ ഖുർആനുമായി ബന്ധം പുലർത്തുന്ന ആൾക്കാർ എവിടെയെങ്കിലും എന്താ പറയുക ഒരു നഷ്ടം സംഭവിച്ചതായിട്ട്, അവർക്ക് എന്തെങ്കിലും ഒരു വലിയ പ്രയാസങ്ങൾ നേരിട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ഖുർആനിൻ്റെ ആ ഒരു എന്താ പറയുക പ്രത്യേകതയാണ്. ഖുർആൻ നമ്മളോട് ഇങ്ങനെ അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഖുർആനിൻ്റെ ഒരു സംരക്ഷണം കൂടിയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. പ്രിയമുള്ളവരെ, മാത്രമല്ല എന്താ പറയുക ഖുർആനെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. മൂന്ന് രീതിയിലാണ് നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു 3 രീതി. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തർത്തീലോടുകൂടെ ഓതാനുള്ളതാണ്. അതായത് ഖുർആൻ തർത്തീലായി ഓതുക. ഖുർആൻ എങ്ങനെയാണോ ഓതേണ്ടത്, ഓതുന്ന നിയമങ്ങളും തജ്വീദുകളും ഒക്കെ പാലിച്ചുകൊണ്ട് വളരെ സാവധാനത്തിൽ നല്ല പക്വതയോടെ ഖുർആൻ ഓതുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ സ്വീകരിക്കാൻ നോക്കുക ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാൽ വേറൊരു രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദബ്ബുറാണ്. അതായത് ഖുർആൻ്റെ അർത്ഥങ്ങൾ ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതുക. ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഖുർആൻ ഓരോരോ ഖത്മുകൾ നമ്മളിങ്ങനെ ഓതി തീർക്കും തോറും ഓരോ 100 പുതിയ ഇൽമുകൾ നമുക്ക് പുതുതായി ഓതുന്നവർക്ക് കിട്ടുമെന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ വെറുതെ പറയുന്നല്ല ഇതൊന്നും. എന്താ പറയുക, ഒരു സംഭവം തന്നെയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സംഭവം. എന്താണ് സംഭവം? ഒരു സമയം ഇശാഇൻ്റെ സമയത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് 2 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആയത്ത് ഇങ്ങനെ ഓതി
അതിൻ്റെ അർത്ഥം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ആ നിസ്കാരത്തിൽ ഇങ്ങനെ മുഴുകി എന്നതാണ്. മാത്രമല്ല ആ ആയത്തിങ്ങനെ ഓതി, എന്താ പറയുക, അതിൻ്റെ അർത്ഥം ആലോചിച്ച് കണ്ണിൽ നിന്ന് കണ്ണീര് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് സമയം രാത്രി കടന്നു പോയതെന്നും പ്രവാചകൻ അറിഞ്ഞില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സുബഹ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് സുജൂദിലായിരിക്കുന്ന ഒരു സമയത്താണ് പ്രവാചകനെ കാണുന്നത്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകനെ വിളിച്ചു, പ്രവാചകരെ, എന്താണ് പ്രവാചകരെ ഇങ്ങനെ, എന്താണ് അങ്ങ് ഇങ്ങനെയും കരഞ്ഞു പോയി, എന്താണ് സംഭവിച്ചത്, എന്താണ്? അപ്പോൾ ബിലാൽ എന്ത് പറ്റിയപ്പോൾ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബഹ് ബാങ്ക് കൊടുക്കാനുള്ള സമയമായി, ഞാൻ അതിനാണ് ഇത് പള്ളിയിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബിലാൽ, ഇന്നലെ രാത്രി എനിക്ക് 2 ആയത്ത് ഇറങ്ങി. ആ 2 ആയത്ത് ഏതൊരാളാണോ ആ 2 ആൾക്കാർ ആ 2 ആയത്ത് ഓതുന്നത്, ആ ആയത്ത് ഓതുന്ന സമയത്ത് ആയത്തിൻ്റെ അർത്ഥങ്ങൾ എന്തായാലും ചിന്തിച്ച് കൊണ്ടേ ആ ആയത്ത് ഓതാൻ പാടുള്ളൂ എന്ന് പ്രവാചകർ പറഞ്ഞു. അതായത് ഭൂഗോളങ്ങൾ, ആ ആകാശ ലോകത്തുള്ള അള്ളാഹുവിൻ്റെ അജയ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആ ഒരു കുതിർത്തുകൾ മനസ്സിലാക്കി തരുന്ന ആ ഒരു ആയത്ത് ആണ് ഈ 2 ആയത്തുകൾ. അപ്പോൾ ഇതാണ് എന്താ പറയുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രക്കും ഖുർആൻ ഓതുമ്പോഴൊക്കെ ഇങ്ങനെ അർത്ഥങ്ങൾ ചിന്തിച്ചൊക്കെ ഇങ്ങനെ ഓതിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ തന്നെ അനുയായികളും അതേപടി ഖുർആൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ചിലർക്ക് നല്ല ആസ്വാദകരമായി ആലോചിച്ച് ഓതി കരയുന്ന ഒരു സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതാണ് രണ്ടാമത്തത്, അതായത് തദബ്ബുർ, ഖുർആൻ അർത്ഥം അനുസരിച്ച് ഓതുക എന്നുള്ളത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ തൗഫീഖായിരിക്കും. എന്താണ് മൂന്നാമത്തെ സ്റ്റേജ്? തത്ബീഖിൻ്റെ സ്റ്റേജാണ്. അതായത് ഖുർആൻ എന്താണ് പറഞ്ഞത്, ഖുർആൻ പറഞ്ഞതുപോലെ നമ്മളെ ജീവിതം മാറ്റിയെടുക്കാൻ നമ്മൾ നോക്കുക. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു പറ്റം സ്വഹാബികൾ വന്ന് എങ്ങനെയായിരുന്നു സ്വഭാവം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുലുഖുൽ ഖുർആൻ, മാഷാ അല്ലാഹ് യാ അല്ലാഹ്, ഖുർആനായിരുന്നു പ്രവാചകരുടെ ജീവിതം എന്ന് പറയുന്നത്. അതായത് ഒരു വല്ലാത്തൊരു രീതിയാണ്. അത് ഖുർആൻ എങ്ങനെയാണോ ജീവിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് അത് അതേപടി ജീവിതത്തിൽ പകർത്തുന്ന ആൾക്കാർ. എന്താ നമുക്ക് ഖുർആനിൽ ഒരുപാട് നമുക്ക് കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഒരുപാട് മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കഥയുണ്ട്, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കഥയുണ്ട്. എന്തൊക്കെയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു കഥ നമ്മൾ വായിച്ചാൽ, അതായത് ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ സ്നാനം ചെയ്തുകൊണ്ട് കുളിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആ ഒരു വേളയിൽ ഒരു സുന്ദരവും സുമുഖനുമായിട്ടുള്ള ഒരാളുടെ വേഷത്തിൽ ഒരു മലക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്, ജിബ്രീൽ അലൈഹി സ്വലാം എന്ന ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ആ ഒരു മലക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് മറിയം ബീവി റഹിമഹുല്ലാഹു തആല വളരെ എന്താ പറയുക പേടിച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കാവല് തേടിക്കൊണ്ട് ഒരു വളരെ എന്താ പറയുക ദൃഢനിശ്ചയത്തോടെ പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരിക്കലും എൻ്റെ അടുത്തേക്ക് നീ അടുക്കരുത്, ഇങ്ങനെയുള്ള വേഷാവൃത്തികൾ, ഇങ്ങനെ ദുർചെയ്തികൾ ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്കില്ല, ഞാൻ ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരം ചെയ്തു പോകുമെന്ന് പേടിച്ചുകൊണ്ട് ആ ഒരു സന്ദർഭത്തെ എങ്ങനെയെങ്കിലും ആ ഒരു മനുഷ്യൻ എങ്ങനെയെങ്കിലും തട്ടി അകറ്റുന്ന ആ ഒരു കഥകളൊക്കെ പറയുന്ന മറിയം ബീവി റഹിമഹുല്ലാഹയുടെ കഥകളുണ്ട്. മാത്രമല്ല ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കാൻ വേണ്ടി കൽപ്പന ഉണ്ടായപ്പോൾ ഈ വിവരം മകനായിട്ടുള്ള ഇസ്മായിൽ നബീനോട് മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ, അങ്ങ് നടപ്പായിക്കോ ഉപ്പ, അള്ളാഹ് കൽപ്പിച്ചതല്ലേ, എനിക്ക് പ്രശ്നമില്ല, ഞാനൊക്കെ ക്ഷമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രയാസമായിട്ടുള്ള ഒരു രീതിയെ, ആ ഒരു സന്ദർഭത്തെ തരണം ചെയ്യുന്ന ഈ പ്രവാചകന്മാരുടെ, ഈ 2 പ്രവാചകന്മാരുടെ കഥകളൊക്കെ ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിക്കണം, അവരെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവരെ നമ്മൾ അനുസരിക്കണം എന്നുള്ള സന്ദേശങ്ങളൊക്കെയാണ് ഇത്തരം കഥകളൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് ഖുർആനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറത്തൻ ലൻ തബൂർ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? അതായത് ഖുർആൻ ഓതുന്നവരൊക്കെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നഷ്ടങ്ങളൊന്നുമില്ലാത്ത ലാഭത്തെയാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഖുർആൻ പറയുമ്പോൾ ഒരു നിലക്കും നഷ്ടം വരില്ല പ്രിയമുള്ളവരെ. ഖുർആൻ നമ്മൾ ഈ രീതിയിലൊക്കെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഖുർആൻ നമുക്ക് വളരെ മധുരമുള്ളതായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ നമ്മളെ ഇനി മനസ്സിലാക്കാൻ,
ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള സുബ്ഹാനഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനമായി ഖുർആൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിയുള്ള പ്രവാചകന്മാരിൽ നിന്ന് ഏറ്റവും അഷ്റഫായ പ്രവാചകനായി മാറിയത്, ഖൈറുൽ അംബിയായി വറസുലായി മാറിയത്. ഈ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് എല്ലാ മാസങ്ങളിൽ നിന്നും ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാന് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചത്. ഈ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് എല്ലാ ഉമ്മത്തിൽ നിന്നും നമ്മുടെ ഈ ഒരു ഉമ്മത്ത് ഇത്രയും ഖൈറുൽ ഉമ്മത്തെ കുന്തും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്ന പോലെ ഏറ്റവും നല്ല സമുദായമായി മാറിയത് ഈ ഖുർആൻ കൊണ്ടെന്നാണ് മനസ്സിലാക്കണം. അപ്പോൾ ഖുർആൻ ഇത്രയ്ക്കും ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ ഇനിയും മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഇനിയും വീഡിയോകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ദുആ വസിയത്തോടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.